നമ്മൾ ഇന്ന് ചാള വറുത്ത് കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചാള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആ വറുത്ത അതേ എണ്ണയിൽ തന്നെ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളിടുക. ഇവിടെ നമ്മൾ ആകെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് വരും. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വേണ്ടവർ അതും കൂടി ആഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഇതിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാളൻപുളിയുടെ വെള്ളമാണ്. അതല്ല വിനാഗിരിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. രണ്ടും നല്ലതാണ്, ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർ അതനുസരിച്ചിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം നമ്മളിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചാള മീൻ എടുത്ത് അതിലേക്ക് ഇടണം. ഇട്ടിട്ട് അത് അതിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഒന്ന് വഴന്ന് വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക. കൊച്ചിക്കാരുടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ പുളിയിൽ മെയിനായിട്ട് ചേർക്കുന്നത് വിനാഗിരി ആയിരിക്കും. ഇത് ചേർത്താലും ടേസ്റ്റുണ്ട്, വേറൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.